നമ്മൾ ഈ 4 മണി പലഹാരമില്ലേ, അതിപ്പോൾ 6 മണിയായപ്പോൾ തിന്നാനൊരു പൂതി. അപ്പോൾ നേരെ നമ്മളെ വീട്ടിലത്തെ പച്ചക്കറി പത്തായം തുറന്നു. പച്ചക്കറി പത്തായം തുറന്നപ്പോൾ ഇന്നുണങ്ങണോ നാളെ ഉണങ്ങണോ, ഇന്നുണങ്ങണോ നാളെ ഉണങ്ങണോ പറഞ്ഞിരിക്കുന്ന ഒരു 2 കറിവേപ്പിലയും പിന്നെ കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഈ വക സാധനം കിട്ടി. പിന്നെ കുറച്ച് ഉണക്ക ബ്രെഡും ഉണ്ടായിട്ടാ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഈ സാധനം ഉണ്ടാക്കി നോക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കില്ലേ ലൈക്ക് അടിക്കാൻ ഭയങ്കര മടി. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളിഷ്ടം. പറഞ്ഞ് നമ്മളെ പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ രണ്ട് കറിവേപ്പില എടുക്കാം. ആദ്യം കാണിച്ച ബ്രെഡില്ലേ, അത് നമുക്ക് ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ട്രാൻസിഷൻ വീഡിയോ കണ്ടിട്ടോ. ഇനി ഗ്യാസ് സ്റ്റൗവിൽ ചട്ടി വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, വെളുത്തുള്ളി ഇടുക, കറിവേപ്പില ഇടുക, ഒരു പൊട്ടിത്തെറി എന്തായാലും മസ്റ്റാണ്, പച്ചമുളക് ഇടുക. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. ഇപ്പം ഈ ചട്ടി നിങ്ങൾ ഇങ്ങനെ കണ്ടോട്ടാ. പിന്നെ കാണുന്ന ചട്ടി അതികൊടൂരമായ രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഉള്ളി ഇട്ടിട്ട് നല്ല ഭാഗത്തിൽ മൂപ്പിക്കാം കേട്ടോ. ടണ്ടടേ ഗൈസ്, ചട്ടിയുടെ അടിഭാഗം ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി വെന്തൊടയുന്നവരെ നമുക്ക് ഇളക്കാം. പൊടികളുടെ മുത്തപ്പനായ മുളക് പൊടിയിൽ നിന്ന് തുടങ്ങി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല തുടങ്ങിയ പൊടിയെല്ലാം ഇട്ട് കരിയാതെ ഇളക്കിയെടുക്കുക കേട്ടോ. നോട്ട് ദ പോയിൻറ്റ്, കരിയാതെ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് വെള്ളവും ഉപ്പും പഞ്ചസാര ഇടണം, ഞാൻ അതുവരെ കാണിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിലേക്ക് ഇത് എടുത്ത് തേച്ച് കൊടുക്കുക. നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അമർത്തിയതിന് ശേഷം കത്തി കൊണ്ട് രണ്ടായി വെട്ടി നമുക്ക് കഴിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ അതേ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന പട്ടിഷമാണ്. അങ്ങനെ കട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ കൈ കൊണ്ട് വലിച്ച് കീറി രണ്ടാക്കിയതാണ് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഒരിക്കലും കൂടി ഞാൻ പറയുന്നു, ആരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്.